ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു മൂവിയുടെ ടൈറ്റിൽ ടീസറുമായിട്ടാണ്. മൂവിയുടെ പേര് വിജയ്. ഈ മൂവി സംവിധാനം ചെയ്യാൻ പോകുന്നത് അൽഫോൺസ് പുത്രനും ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് നിവിൻ പോളിയുമാണ്. ഇതിനു മുമ്പ് ഇവർ ചേർന്നത് നേരം പ്രേമം. രണ്ടും വലിയ ഹിറ്റായിരുന്നു. ഇവർ മൂന്നാമത് ഒന്നിക്കുമ്പോൾ മിക്കവാറും ബ്ലാസ്റ്റ് ആയിരിക്കും. മലയാള ഫിലിമിൽ വേറൊരു വിജയം ഉറപ്പായിട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പൊ നമുക്ക് ടീസർ നമുക്ക് കാണാം. എന്താ തുണിക്കളയല്ല, പരസ്യം. 50ാമത്തെ പടം നിവിന്റെ. എന്താടാ എന്താ സംവിധാനകത്ത് തന്നെ കാണിച്ച് അയാൾ ഒരു പരദേശിനെ പോലെ നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനെ മൂവിയെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മിസ് ചെയ്യുന്നില്ല. ലാസ്റ്റ് മൂവി കണ്ട മിസ് ചെയ്യും. ലാസ്റ്റ് മൂവി മാത്രം തന്നെ കുറച്ച് ബോറായിട്ടുള്ള, ബാക്കിയെല്ലാം ഒരുവിധം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള. അയാൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? നോക്കാം. എന്തോ പറഞ്ഞു തേടി പറഞ്ഞു. അയ്യോ, ഒരു തോന്നുന്നു ഇവനെ. റൈഡർ നിവിൻ പോളി ആയിരിക്കുമോ? എന്തോ അടി കൊടുക്കൂ. പ്രേമത്തിൽ അടി കൊടുക്കൂല. വണ്ടി വന്ന് എത്തുകയും ചെയ്തിട്ടുള്ളൂ കേട്ടാ. ഇപ്പൊ കറങ്ങി തുടങ്ങി. എനിക്ക് നേരത്തെ പറഞ്ഞില്ലേ കറങ്ങി വന്നു, ഇപ്പൊ കറങ്ങി. ഇത് ഉദ്ദേശിച്ച മനസ്സിലായ? അതായത് ആ ബൈക്കിന്റെ സ്പീഡ് കൊണ്ട് മറ്റേത് കറങ്ങണം. ഇത് കറങ്ങൂലെന്നൊക്കെ ചോദിച്ചത്. അതായത് ബൈക്കിന്റെ സ്പീഡ് കൊണ്ട് റൈഡിങ് മൂവി ആയിരിക്കും. ഇതിന് പുലിച്ചാടിയൊക്കെ കാണുമോ? നമ്മുടെ അഴിക്ക ചെറുക്കന്മാർ. ഇത് എന്തിനാണ് പുറപ്പാട് വരെ? ഒരു ലിഫ്റ്റ് തരുമെന്നാ? അത് സംവിധായകനാണ്. ഒന്ന് കേട്ടടാ എന്നെ. അവര് വിട്ടു പോണ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്? ലിഫ്റ്റ് തരുമെന്ന് ചോദിക്കണേ. എന്നുവെച്ചാ ഇവന്മാര് പറഞ്ഞു പോയല്ലേ, ഇവര് റൈഡർ കണ്ണാപ്പിമാരല്ലേ. അപ്പൊ ഇവരോട് ഇങ്ങനെ ചോദിച്ചാൽ അവര് നിൽക്കുവോ, നിർത്തുവോ? അതാ പോണു. ഒരു വേറെ വണ്ടി വന്നാലേ കട്ടപ്പുറത്തായ വണ്ടി. ഇത് വണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഇതിൽ പറയണ എന്നെയും കൊണ്ടുപോകും. എന്നെയും കൊണ്ടുപോകും അമ്മച്ചി. വണ്ടി തിരിച്ചു വരും തോന്നുന്നു. ഇത് എല്ലാ സിനിമയിലുള്ളതാണല്ലോ. ഇത് മനസ്സിലായില്ലേ? ഇവന്റെ സിനിമ എന്ന് പറഞ്ഞാൽ പുൽച്ചാടി, പാമ്പ്, ചേര എല്ലാം ഭയങ്കര വിമർശനം എന്നതിനല്ലേ അണ്ണൻ കടിപ്പോയത്. ഇത് മറ്റേ ഇതാണെന്ന് തോന്നുന്നു പണ്ട്. ലാസ്റ്റത്തേത് ഗോൾഡാ. ഗോൾഡില്ലേ? മുറുമ്പ്. ഇനി വലയും കൂടെ കാണിച്ചാൽ കറക്റ്റ് ആയിരിക്കും. ഇതാണോ നിവിൻ? ഇതായിരിക്കും നിവിനാ? അതിനകത്ത് കയറ്റി കൊല്ലടാ അതിനെ. എന്തൊക്കെ ബാക്കി എടുക്കണത്? ഇതില് പഴയ മൂവിയിലുള്ള ക്ലീശ എല്ലാം മാറ്റമൊന്നും കാണിക്കണം. പക്ഷെ ക്ലീശ കാണും, എന്നാലും കുറച്ചൊക്കെ കാണും. ഇങ്ങനെ പുൽച്ചാടി മാറ്റം തോന്നില്ല. പുൽച്ചാടിയും അണ്ണാൻ കുഞ്ഞും പൂമ്പാറ്റയും. ഇറങ്ങി അണ്ണൻ വന്നിട്ടായി. ആരും നോക്കാണ് അണ്ണൻ തന്നെ. പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ മൂവിയിലെല്ലാം അങ്ങനെയാ. വില്ലന്മാരെ കാണിക്കണം. മാസായിട്ട് വന്നിട്ട് വേറെ ഏതെങ്കിലും ഓഞ്ഞവനെ കാണിക്കും. എന്നിട്ടാ ഇത് ആരാ 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 ഏട്ടാ? ഞാൻ ആരാ ഏട്ടാ? ഇത് നിവിന്റെ അല്ല. നിവിന്റെ മറ്റേ ഇത് പ്രേമത്തിന് കൊടുത്ത അടിയുടെ ബാക്കി അടി. അതുമില്ല, അവന്റെ അടിയിലെ ഇത് വരുമ്പോ തന്നെ നമുക്ക് അറിയാലോ. ഒറ്റ അടി ഇടതയില്ലേ? പ്രേമത്ത് കൊടുത്തതിന്റെ ബാക്കി എന്തുകൊണ്ട്? അതേ ചോദ്യം. നീയായിരുന്ന അടി കൊടുത്തതിന് കുഴപ്പമില്ല. നീയായിരുന്നു അന്ന്. ഇതാരാ എന്നുവെച്ചാ അതിന് ബാക്കി കിട്ടിയത് അതിന് സന്തോഷം വന്നത്. മനസ്സിലായില്ലേ? ഇവന്റെ കൗണ്ടർ കൊള്ളാം. ഇവിടെ വിളിച്ചിരിക്കുകയായിരുന്നു.
ഇത് പൊളിക്കും കേട്ടോ, മിക്കവാറും പൊളിക്കും ഇവര് തമ്മിലുള്ള ഇത് കോംബോ. രണ്ട് വിജയ് ആവാൻ ചാൻസ്. പിന്നെ ഇവര് തമ്മിൽ ഉള്ള രണ്ട് കോംബോയും വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രേമായാലും പക്ഷേ ഇതിന് അമ്പലത്തോടാണ് എല്ലാം കൊണ്ട് അവര് പൊളിക്കും തോന്നുന്നു. നീ എവിടെ വന്നത് ചുമ്മാ ഇത് ചെറുപ്പടി പിടിക്കാനാണ്. അതാ പോയി. അത് വിജയ് എന്നാ കാണിച്ചേ. വിജയ് എന്നാണ് കാണിച്ചത്. സംഭവം എന്താന്നറിയാ, ഇവൻ മറ്റേ റേസിംഗ് ആയിരിക്കും. റേസിംഗ് ആണ് വിഷയം ഈ പടത്തിന്റെ. അപ്പൊ വിജയിക്കാൻ വേണ്ടിയുള്ള ലാസ്റ്റ് കഷ്ടപ്പാടായിരിക്കും മൂവിലെ തീം. ഇല്ല എന്താവോ ഭൂതോ എന്നാലും ഇവര് തമ്മിൽ ചേർന്ന കിട്ടില്ലായിരിക്കും, വെടിച്ചില്ലായിരിക്കും. പ്രേമം പോലെ വന്നാ മതിയായിരുന്നു. പൊളിക്കും. പ്രേമം വേറെ ലെവലല്ലേ, അത്രയ്ക്ക് വേണം. എന്താ പൊളിയല്ലേ അത്. ഇതിലും അൽഫോൺസ്. കത്തിക്കേറ്. കൊല്ലോ ചെറുക്കനെ. ഇതാ പോണം. ശീലയിലുണ്ട് ഇത് പടം വിജയിച്ചെന്ന്. അപ്പൊ നല്ല കഥയാണെന്ന് തോന്നുന്നു കേട്ടോ. സൂപ്പർ ആയിരിക്കും. ഇതിനുവേണ്ടി കുറെ വർക്കൗട്ട് ചെയ്ത് കാണുമെന്ന്. പിന്നെ സെറ്റായി. അപ്പൊ ഇതൊക്കെ മാറി ഫിറ്റ് ആയിട്ടുണ്ട്. അത് തന്നെ കിടലായിരിക്കും. അങ്ങനെ പറന്നു പോയി. അമ്പലത്തെ പടം അല്ലേ പുള്ളിക്കാരന്റെ. വിജയിക്ക് നമ്മൾ ഇന്ത്യൻ ഭാഷയിൽ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എല്ലാം ഇല്ല, നമ്മള് അറിയപ്പെടുന്ന കുറെ ഭാഷകളുണ്ട്. പാൻ ഇന്ത്യൻ പണ്ണൊക്കെ തന്നെ ഇരിക്കും. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിപ്പോയാൽ മതി, പിന്നെ ആൾക്കാർ തൂക്കിക്കോളും. അത് തന്നെ. ഇത് മറ്റേ ഇവന് പ്രേമോ നേരോ തമിഴ്നാട്ടിലെല്ലാം തൂക്കി അടിച്ചാണ്. അതെ അതെ അതെ, എന്തെങ്കിലും ഒരു വിഷയം മതി. പിന്നെ നല്ല റെഫറൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇട്ടിട്ടുണ്ട് മൂവിയിലുള്ള. എന്താ വെച്ചാൽ ക്ലീശയൊക്കെ മാറ്റാനായിട്ട് പ്രേമത്തിലുള്ള അടിയും കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ മറ്റേ പൂവും പാറ്റയും മറ്റേ അതിനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് അതിനെ അവൻ തന്നെ സെൽഫ് ട്രോൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ നിവിൻ പോളി ഊക്കി വിടണമെന്നുണ്ട്. എന്തായാലും കൊണ്ട് ഒരു കത്തിച്ചില്ലേ, കിടലായിരുന്നു. 4 മിനിറ്റ് പോയത് അറിഞ്ഞില്ലല്ലേ, പെട്ടെന്ന് ചാടാ. പക്ഷെ നമ്മൾ ആദ്യം തുടക്കം കാണുമ്പോ എന്താ എന്തായാലും ഫുള്ള് റൈഡിങ്ങിന്റെ ഒരു ഫീൽ ആയിരിക്കും മൂവിയിലെ. ബൈക്ക് പോയതൊപ്പം തന്നെ ഒരു ആവേശം കയറിപ്പോയി അല്ലേ. ബൈക്ക് അങ്ങോട്ട് ചാട പറപ്പോയത് ആദ്യം തന്നെ. ഇനി ഇവൻ തോറ്റി കിടക്കുന്ന വിധത്തിനായിട്ടായിരിക്കും തുടങ്ങുന്നത്. എല്ലാത്തിലും അങ്ങനെ വിജയിക്കും. അങ്ങനെ ആയിരിക്കും. ഒരു സിമ്പിൾ കഥയായിരിക്കും. പക്ഷെ ഇയാളെ മേക്കിംഗ് മാത്രമല്ല, ആ ഒരു എന്ന് വെച്ചാൽ നേരം പ്രേമം ആ സ്റ്റൈലിലെടുത്ത കിടലായിരിക്കും. പ്രേമത്തിന്റെ ഒരു ശൈലി വരില്ല. അത് കോളേജ് ക്യാമ്പസ് അങ്ങനെ. പക്ഷെ നേരം ഒരു ഇതിൽ വരണയാണ്. ഇപ്പൊ തന്നെ ഈ ടീച്ചർ കണ്ടില്ലേ, ഈ ടീച്ചറിലാണ്ട് പൊളിച്ചിട്ടാണ് അവര്. ആ വിജയം, പിന്നെ ആ മേക്കിങ്, ആ ബൈക്ക് സ്റ്റാൻഡിങ്, ഇതെല്ലാം സൂപ്പറാണ്. എല്ലാം കൊണ്ട് കിട്ടില്ല. എന്തായാലും അടുത്ത ട്രെയിലറോ ടീസറോ വരുമ്പോൾ നമുക്ക് കാണാം.